പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പറമ്പിക്കുളം കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ പൊള്ളാച്ചി വഴി വേണം പറമ്പിക്കുളത്തേക്ക് എത്താൻ. പാലക്കാട് നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമാണ് പറമ്പിക്കുളത്തേക്കുള്ള ദൂരം. നമ്മൾ ആദ്യം ആനമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് എത്തുന്നത്. അവിടെ നമ്മൾ 2 വീലർ അലൗഡ് അല്ല, 4 വീലറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെ KSRTCയും പറമ്പിക്കുളത്തിലേക്കുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ പന്നിക്കൂട്ടങ്ങളിനെ കാണും. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്ത്, ആന അങ്ങനത്തെ മൃഗങ്ങളിനെയും റോഡ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. ആനമല ടൈഗർ റിസർവിൽ നമ്മൾ കയറുമ്പോൾ തന്നെ വണ്ടി നമ്പർ എല്ലാവരും നോട്ട് ചെയ്യും. അതിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ചിട്ട് ആളുടെ എണ്ണവും കണക്കാക്കിയിട്ട് അതിനൊരു പ്രത്യേക ചാർജ് അവർ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ വീണ്ടും വണ്ടി നമ്പറൊക്കെ ചെക്ക് ചെയ്ത് അതിനും അവിടെ നിന്നും ഒരു പാസ്സൊക്കെ തന്ന് അതിനും നമ്മൾ എണ്ണത്തിനനുസരിച്ചിട്ട് അവിടെയും ഒരു ചാർജ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറി പോകാൻ. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മാൻകൂട്ടങ്ങളിലേക്ക് കണ്ടിട്ടുണ്ട്. അവിടെ കുറേ എണ്ണം രാവിലെ തന്നെ ഇരിക്കുന്നുണ്ട്. പറമ്പിക്കുളം വരെ ഒന്നും നമ്മുടെ വണ്ടി അലൗഡല്ല. അതിന് മുമ്പ് തന്നെ ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തണം. എന്നിട്ട് അവരുടെ ഒരു ബസ്സിലാണ് അവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുറേ സ്പോട്ടുകളൊക്കെ കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് 400 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് തൂണക്കടവ് ഡാമാണ്. ആ ഡാമിൻ്റെ സൈഡിലൂടെ നമ്മൾ കുറേ ദൂരം സഞ്ചരിക്കും. നിറയെ മുതലകളൊക്കെ ഉള്ള ഡാമാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ മുതലകളൊന്നും കണ്ടില്ല. ഡാമിൻ്റെ സൈഡ് തന്നെ വെള്ളമില്ലാത്ത ഭാഗത്ത് നമ്മൾ 2 മ്ലാവിനെ കണ്ടു വണ്ടി നിർത്തി തന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ തൂണക്കടവ് ഡാമിൻ്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിനകത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ നിർത്തി തരും. ഈ ഡാമിലും പറമ്പിക്കുളം ഡാമിലും അത് തന്നെയാണ് അവസ്ഥ. സൈഡിൽ നിന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക, അവരുടെ വണ്ടിയിൽ കയറുക, സ്ഥലം വിടുക. അങ്ങനെ നമ്മൾ അടുത്ത് എത്തിപ്പെട്ടിരിക്കുന്നത് കന്നിമാരത്തേക്കാണ്. ഒരു 400 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള ഒരു തേക്കാണിത്. അതിനെ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്തോ അതിന് മുമ്പോ മുറിച്ചപ്പോൾ ചോര വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്ന ഒരു കഥ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. 1994-95 കാലഘട്ടത്തിൽ മഹാവൃക്ഷ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു പുരസ്കാരം ഈ തേക്കിന് കിട്ടിയിട്ടുണ്ട്.
ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കും ഒരു ആന കാണാം. ഇതാണ് പ്രോപ്പർ പറമ്പിക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇവിടേക്ക് നമ്മുടെ കാറൊന്നും വരില്ല, ഇവൻ്റെ വണ്ടി വരണം. അതല്ലെങ്കിൽ KSRTC ഉണ്ട് പാലക്കാട് നിന്ന്. തമിഴ്നാടിൻ്റെ ബസ്സും ഉണ്ട്. അത് 2-3 ബസ്സൊക്കെ ഉണ്ട്. ഇടവിട്ട സമയങ്ങളിലൊക്കെ ഉള്ളൂ. അതാകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അഡീഷണൽ ഇതിൻ്റെ പാസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പറമ്പിക്കുളം എത്താം. ഇതാണ് പറമ്പിക്കുളം ഡാം. അതിൻ്റെ ദൂരെ കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ട്. നമുക്ക് ഫോണിൽ എത്രത്തോളം സൂം ചെയ്ത് കിട്ടുമെന്ന് അറിയില്ല. ദൂരെ കാണാം. പറമ്പിക്കുളത്തേക്ക് വരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കുറേ പാക്കേജുകളുണ്ട്. ആ പാക്കേജൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാട്ടിനുള്ളിൽ കൂടെ ട്രക്കിങ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതല്ലാതെ ചെറിയ ബഡ്ജറ്റിലൊക്കെ വരികയാണെങ്കിൽ രാവിലെ 7 മണിക്ക് തമിഴ്നാടിൻ്റെ ഒരു ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിയിട്ട് പോകും. അതല്ല നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ കുറേ ചാർജുകളൊക്കെ അവർ ഈടാക്കുന്നുണ്ട്. പാസ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൻ്റെ ഇതിലും കേരളത്തിൻ്റെ ഇതിലും. നമ്മൾ പറമ്പിക്കുളം ഡാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഇതാ നിൽക്കുന്നു പാലക്കാട് നിന്ന് വരുന്ന KSRTC ബസ്. പാലക്കാട് നിന്ന് കൃത്യസമയം അറിയില്ല, 8:30 to 9 ഉള്ളിൽ വരുന്നൊരു ബസ്സാണ്. ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ വന്ന് എത്തിയിട്ട് 12:30 തിരിച്ചു പോകും. 400 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും വ്യൂ പോയിന്റുകളാണ് അവർ കാണിച്ചു തരുന്നത്. ബാക്കി മൃഗങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും.